Question: 50 students appeared in an examination. The results of the past students are given below. Marks: number of students, marks 40, 50, 60, 70, 80, 90. Number of students 6, 14, 7, 5, 4, 4. If the average marks of all students is 52, find the average marks of the students who failed in the examination. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ ടോട്ടൽ 50 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. ആ 50 സ്റ്റുഡൻസിൽ കുറച്ച് കുട്ടികൾ പാസ്സായിട്ടുണ്ടാവും, കുറച്ച് കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാണ് അല്ലേ. പാസ്സായവരുടെ ഒരു സെറ്റ് ഉണ്ടാവും, ഫെയിൽ ആയവരുടെ സെറ്റ് ഉണ്ട്. അപ്പം ഈ ടോട്ടൽ കുട്ടികളിൽ 50 കുട്ടികളുടെ ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 52 എന്നാണ്. ആവറേജ് മാർക്ക് എത്ര തന്നിട്ട് 52 ഉണ്ട്. അതായത് ഈ പാസ്സായതും ഫെയിൽ ആയതുമായ കുട്ടികളുടെ കമ്പൈൻഡ് ഗ്രൂപ്പാണ് ഈ 50 അല്ലെ. ആ 50 എന്ന് പറയുന്ന കമ്പൈൻഡ് ഗ്രൂപ്പിന്റെ എർത്തമാറ്റിക് മീൻ അല്ലെങ്കിൽ ആവറേജ് മാർക്കുകൾ എന്ന് പറയുന്നത് 52 എന്ന് തന്നിരിക്കുന്നു അല്ലെ. പിന്നെ എന്തുകൂടി തന്നിട്ടുണ്ട് നമ്മളോട്, പാസ്സായ കുട്ടികളുടെ ഒരു ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ക്രീറ്റ് സീരീസിലുള്ള ഒരു ഡാറ്റയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാസ്സായിട്ടുള്ള കുട്ടികളുടെ എർത്തമാറ്റിക് മീൻ, നമുക്ക് അതിനെ x1 ബാർ എന്ന് വിളിക്കാം, അത് നമുക്ക് കണ്ടുപിടിക്കാം. ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ പാസ്സായ കുട്ടികളുടെ എണ്ണം n1 നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം പിന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ആവറേജ് മാർക്സ് ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഫെയിൽഡ് ഇൻ ദ എക്സാമിനേഷൻ. അപ്പൊ പാസ്സായ കുട്ടികളുടെ എണ്ണം ഇപ്പൊ n1 എന്ന് എടുക്കുന്നു, അവരുടെ എർത്തമാറ്റിക് മീനിന് ഞാൻ x1 ബാർ എന്നാണ് കൊടുക്കാൻ പോകുന്നത്. അത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. n1ഉം നമുക്ക് ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ആഡ് ചെയ്ത് നോക്കിയാൽ n1ഉം കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് ഫെയിൽഡ് സ്റ്റുഡൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഫെയിൽഡ് സ്റ്റുഡൻസിന്റെ എണ്ണം n2 നമുക്ക് ഈ 50 ടോട്ടലിൽ നിന്ന് പാസ്സായ കുട്ടികളുടെ എണ്ണം ഇവിടുന്ന് കിട്ടും, അത് മൈനസ് ചെയ്ത് n2 കിട്ടും. പിന്നെ നമ്മൾ ആരെ കണ്ടുപിടിക്കണം? ഇവിടെ ഫെയിലായ കുട്ടികളുടെ എർത്തമാറ്റിക് മീൻ, ദാറ്റ് ഈസ് ആവറേജ് മാർക്ക് x2 ബാർ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ടോട്ടലിന്റെ ആവറേജ് തന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ പാസ്സായ കുട്ടികളുടെ ഗ്രൂപ്പിന്റെ അവരുടെ ആവറേജ് ആയിട്ടുള്ള x1 ബാർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എക്സ് വാല്യൂസും ഫ്രീക്വൻസിയും ഉള്ള ഡാറ്റയാണ്, അതായത് ഒരു ഡിസ്ക്രീറ്റ് സീരീസിലുള്ള ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഡാറ്റയിൽ നമ്മൾ എർത്തമാറ്റിക് മീൻ എങ്ങനെയാണ് കാണുക? സമ്മേഷൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ XF ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ആണ്. അപ്പൊ ഇവിടെ നമ്മൾ x1 ബാർ ആണ് എടുക്കുന്നത്. ആൻഡ് ഇവിടെ n എന്നുള്ള ഇവിടെ നമ്മൾ n1 കൊണ്ടാണ് എഴുതുന്നത്. n1 ഇസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഹാവ് പാസ്ഡ്. ആ രീതിയിലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ ഇതിന് വേണ്ടിയിട്ട് ആദ്യം x ഇൻറ്റു എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം എഴുതണം. ആൻഡ് ടോട്ടൽ ഫ്രീക്വൻസി നമ്മൾ ക്യാപിറ്റൽ N കണ്ടുപിടിക്കണം. നമ്മൾ അതിനിപ്പോൾ n1 കൊണ്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരെല്ലാവരും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുന്നത്. അപ്പൊ ഫ്രീക്വൻസി n1 is equal to 40 എന്ന് പറയും. n1 40 ആണ്, which is the total number of past students. ഇനി അവരുടെ ആവറേജ് മാർക്ക് കാണാൻ x ഇൻറ്റു എഫ് കാണാം. അതായത് x ഇൻറ്റു എഫ് 40 ഇൻറ്റു 6 അല്ലെ 240, 50 ഇൻറ്റു 14 700, 60 ഇൻറ്റു 7 420, 70 ഇൻറ്റു 5 350, 80 ഇൻറ്റു 4 320, 90 ഇൻറ്റു 4 360. ഇവരുടെ സമ്മേഷൻ XF ഇവരെ ആഡ് ചെയ്യുമ്പോൾ 2390 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുന്നത്. Therefore, what is x1 bar? x1 bar is equal to summation XF, that is 2390 divided by number of past students അല്ലെ 40. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 59.75 ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന് നോക്കാം. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് n1 പ്ലസ് n2, അതായത് പാസ്സായവരും ഫെയിൽ ആയവരെ ആഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരുന്നത് 50 ആണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി n1 പാസ്സായ കുട്ടികളുടെ എണ്ണം n1 is equal to 40 എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടി. അപ്പൊ നമുക്ക് പറയാം n2 എന്തായിരിക്കും? 50 മൈനസ് 40 അല്ലെ. അപ്പൊ 10 കുട്ടികളായിരിക്കും ഫെയിൽ ആയിട്ടുണ്ടാവും, അത് കിട്ടി. പിന്നെ നമുക്ക് പാസ്സായ കുട്ടികളുടെ എർത്തമാറ്റിക് മീൻ x1 ബാർ ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് 59.75. ആൻഡ് ടോട്ടൽ ഗ്രൂപ്പിന്റെ കമ്പൈൻഡ് ഗ്രൂപ്പിന്റെ x ബാറും തന്നിട്ടുണ്ട് 52 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്
ഫെയിലായ കുട്ടികളുടെ ഗ്രൂപ്പിന്റെ ആവറേജ് അല്ലെങ്കിൽ അവരുടെ അരിത്തമാറ്റിക് മീൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കമ്പൈൻഡ് അരിത്തമാറ്റിക് മീനിന്റെ ഫോർമുല എഴുതുകയാണ്. കമ്പൈൻഡ് അരിത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു n1 x1 bar plus n2 x2 bar ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഇതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഫോർമുലയിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് 52 എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 52 is equal to n1 that is 40 into x1 bar that is 59.75 plus n2 which is 10 into x2 bar അത് നമുക്ക് അറിയില്ല ഡിവൈഡ് ബൈ n1 പ്ലസ് n2 which is 50. ഇങ്ങനെയാണ് വരുന്നത്. ഈ 50 നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. 52 into 50 is equal to 40 into 59.75 plus 10 x2 bar എന്നാണ് കിട്ടുന്നത്. 52 into 50 എന്ന് ചെയ്യുമ്പോൾ 2600 എന്ന് വരുന്നു. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 40 into 59.75 is 2390 plus 10 x2 bar എന്നാണ് വരുന്നത്. or 2600 minus 2390 ഇതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. that will be equal to 10 x2 bar. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 210 എന്നാണ് കിട്ടുന്നത്. 210 is equal to 10 x2 bar. അല്ലെങ്കിൽ നമുക്ക് പറയാം 10 x2 bar is equal to 210 or x2 bar is equal to 210 divided by 10 that is equal to 21. അപ്പോൾ 21 ആണ് നമ്മൾ ഫെയിൽഡ് ആയ കുട്ടികളുടെ ആവറേജ് മാർക്ക്. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മീൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 എക്സെട്ര അപ് ടു n. ഇതിനാണ് നമ്മൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. അവരുടെ മീൻ ആണ് കാണേണ്ടത് അല്ലെ. അപ്പം n നമ്പേഴ്സിന്റെ മീൻ കാണുക എന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക് മീൻ കാണുക പറഞ്ഞാൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ n അല്ലെ. അപ്പൊ ഇവിടെ സമ്മേഷൻ എക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n അവരെ ആഡ് ചെയ്യണം. എന്നിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പം ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് ഇവിടെ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഇസ് ഗിവൺ ബൈ n into n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. അപ്പം ന്യൂമറേറ്റർ വന്ന സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം n into n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ n ഉണ്ട് അതും കൂടി എഴുതും. or this can be written as n into n plus 1 by 2n എഴുതാം. ഈ n-ഉം ഈ n-ഉം ക്യാൻസൽ ആയിപ്പോയി. and this is equal to n plus 1 by 2. ഇതാണ് സം അരിത്തമാറ്റിക് മീൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ സോൾവ് 7x plus 4 divided by x plus 2 is equal to minus 4 by 3. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്കിവിടെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ആയിട്ടാണ് നമുക്കൊരു ഫ്രാക്ഷൻ പോലെയാണ് നമ്മൾ ഇക്വേഷൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇവരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണു 3 കൊണ്ട് 7x plus 4നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു minus 4 into x plus 2 എന്ന് ചെയ്യുന്നു. We can write this as 3 into 7x plus 4 that is equal to minus 4 into x plus 2. നമ്മളിങ്ങനെ എഴുതി. നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. 21x plus 3 into 4 അല്ല 12 is equal to ഇവിടെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ minus 4x minus 8 എന്നാണ് വരുന്നത്. അപ്പൊ നമ്പേഴ്സിനെ എല്ലാം ഒരേ സൈഡിലും എക്സിന്റെ ടേമുകളെല്ലാം ഒരേ സൈഡിലേക്കും വേറൊരു സൈഡിലേക്കും നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇവിടെ 21x ഉണ്ട്. 21x ഇവിടെ ഒരു minus 4x ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പം പ്ലസ് 4x ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ minus 8 ഉണ്ട്. ഇവിടെ നിന്നുള്ള പ്ലസ് 12നെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ minus 12 എന്ന് വരും. 21x plus 4x that is 25x which is equal to minus 8 minus 12 that is minus 20. 25x is equal to minus 20. അല്ലെങ്കിൽ 5 ക്യാൻസൽ ചെയ്യാം അല്ലെ. 5x is equal to minus 4 എന്ന് നമുക്ക് പറയാം.
or x is equal to minus 4/5. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്.